പാലക്കാട് പന്ന്യങ്കരയിലെ ടോൾ പിരിവിൽ നിന്ന് പ്രദേശവാസികളെ ഒഴിവാക്കി. കെ രാധാകൃഷ്ണൻ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടാകുന്നത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് തൽക്കാലത്തേക്ക് കമ്പനി ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം വരുന്നു, തീരുമാനം വരുന്നു. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ പ്രതിസന്ധി പരിഹരിച്ചത്? ശ്രീജിത്ത്, വലിയ പ്രതിഷേധങ്ങൾക്ക് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന തരത്തിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതൊരു ശാശ്വത പരിഹാരമാകണമെങ്കിൽ ഒരുപക്ഷേ സമരസമിതി പ്രവർത്തകർ കൂടി ഇത് അംഗീകരിക്കാം. പക്ഷേ ഈ ഒരു ഫോർമുല അവർക്ക് കൂടി അംഗീകരിക്കാവുന്നതാണ്. നിലവിൽ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര വേണമെന്നായിരുന്നു ആവശ്യം. കമ്പനി അതൊരു 7.5 കിലോമീറ്റർ എന്ന തരത്തിൽ കമ്പനിയും വാദിച്ചു. പക്ഷേ ഇന്ന് കെ രാധാകൃഷ്ണൻ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 7.5 കിലോമീറ്റർ മുതൽ 9.5 കിലോമീറ്റർ വരെ, അതായത് 9.5 കിലോമീറ്റർ വരെയുള്ള ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയിൽ വിവിധ പഞ്ചായത്തുകൾ ഉൾപ്പെടും. അത് സമരസമിതിക്കും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും ഒക്കെ താല്പര്യമുള്ള ഒരു മേഖല തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പരിധി തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പൂർണ്ണമായി ഏതാണ്ട് 10 കിലോമീറ്റർ എന്നത് 500 മീറ്റർ കുറച്ച് ഒരു 9.5 കിലോമീറ്റർ വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സൗജന്യ യാത്ര എന്ന തീരുമാനത്തിലേക്ക് കമ്പനിക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായി, സമരത്തിന്റെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായി വഴങ്ങേണ്ടി വന്നിരിക്കുന്നു നിസ്സംശയം പറയാം. ഇത് കൂടാതെ 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവർക്ക്, ടോൾ പ്ലാസയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആളുകൾക്ക് 350 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്യാം. ദിനം തോറും ടോൾ അടയ്ക്കേണ്ടതില്ല. ഒരു മാസത്തേക്കാണ് ഈ 350 രൂപ എന്ന ഒരു പാസിന്റെ കണക്കുള്ളത് എന്നുകൂടി ഓർക്കണം. അതുകൂടി ഒരു സമര വിജയം എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. 20 കിലോമീറ്റർ ആണ് പന്ന്യങ്കര ടോൾ പ്ലാസയുടെ സമീപത്തുള്ള മേഖലയിൽ നിന്നുള്ള 20 കിലോമീറ്റർ ആണ്. അത് ഏതൊക്കെ പ്രദേശങ്ങളാണ് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത അല്പസമയത്തിനകം അല്ലെങ്കിൽ അടുത്ത ദിവസം മാത്രമേ വരികയുള്ളൂ. എന്തായാലും ഒരു സമര വിജയം എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. ശാശ്വതമായ ഒരു പരിഹാരം എന്നതിന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയാതിരിക്കുന്നത് സമരസമിതിയുടെ ഒരു പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അവരും ഈ ഫോർമുല അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പന്ന്യങ്കരയിൽ ഒരു രാഷ്ട്രീയ വിജയം അല്ലെങ്കിൽ ഒരു സമര വിജയമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.